आप सबका स्वागत है। आज हम 11वीं कक्षा की हिंदी पाठ्य पुस्तक का दूसरा यूनिट का 14 पाठ चांद और कवि नामक कविता का अध्ययन करने जा रहे हैं। देखिए, पाठ का नाम है चांद और कवि। चांद का अर्थ है चंद्रन, कवि कवि है। चांद और कवि चंद्रനും कविയും। रामधारी सिंह दिनकर द्वारा लिखित एक कविता है चांद और कवि। रामधारी सिंह दिनकर എഴുതിയ ഒരു കവിതയാണ് चांद और कवि। देखिए रामधारी सिंह दिनकर के बारे में। रामधारी सिंह दिनकर जन्म 23 सितंबर 1908 को बिहार के सिमरिया में हुआ। उनका जन्म 23 सितंबर 1908 को ബിഹാർ കെ സിമരിയ മേ ഹുവ. അദ്ദേഹം ജനിച്ചത് 1908 സെപ്റ്റംബർ 23 ബിഹാറിലെ സിമറിയയിലാണ്. ഉൻകി മൃത്യു 24 അപ്രിൽ 1974 കോ ഹുയി. അദ്ദേഹത്തിൻ്റെ മരണം 1974 ഏപ്രിൽ 24 പ്രമുഖ രചനായും അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ മഹാകാവ്യ, അദ്ദേഹത്തിൻ്റെ ഒരു മഹാകാവ്യമാണ് കുരുക്ഷേത്ര. ഖണ്ഡകാവ്യമാണ് ഉർവശി, രേണുക, ഹുങ്കാർ, ഇതിഹാസ് കെ ആസു, നീലകുസുമ, രശ്മിരഥി, പരശുരാം की प्रतीक्षा. निबंध संस्कृति के 4 अध्याय. पुरस्कार. उर्वशी के लिए 1972 का ज्ञानपीठ पुरस्कार मिला. ഉർവശി എന്ന രചനയ്ക്ക് 1972 ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. വിശേഷതായും സാഹിത്യ തഥാ സംസ്കൃതി കെ ഗംഭീർ അധ്യേത തഥാ വ്യാഖ്യാത. സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഗൗരവമുള്ളൊരു പണ്ഡിതനും അധ്യാപകനുമായിരുന്നു. ഛായാവാദ് സെ പ്രഗതിവാദ് കി ഓർ തഥാ പ്രഗതിവാദ് സെ രാഷ്ട്രവാദ് കി ഓർ അഗ്രസർ കവി. ഛായാവാദ് റൊമാൻറ്റിസിസം എന്ന് പറയും. ആ ഛായാവാദിൽ നിന്നും പ്രഗതിവാദ് കി ഓർ പുരോഗമനവാദത്തിലേക്കും തഥാ പ്രഗതിവാദ് സെ രാഷ്ട്രവാദ് കി ഓർ പുരോഗമനവാദത്തിൽ നിന്നും ദേശീയവാദത്തിലേക്കും വന്ന കവിയാണ് രാംധാരി സിൻഹ ദിൻകർ. ഭാഷാ മേ ഓജ്, ശക്തി, പൗരുഷ്, മസ്തി और ഉമംഗ് ഹെ. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഓജസ്, ശക്തി, പൗരുഷം, ഉന്മാദം, ആഹ്ലാദം എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രചനാവുമേയും പ്രണയ് കി രാഗ് और ക്രാന്തി കി ആഗ് ഹെ. ഉൻകി രചനാവുമേ അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രണയ് കി രാഗ് പ്രണയത്തിൻ്റെ രാഗമുണ്ട്, ക്രാന്തി കി ആഗ് വിപ്ലവത്തിൻ്റെ തീയുമുണ്ട്. അപ്പോൾ പ്രണയപരമായ രചനകളുമുണ്ട്, എന്നാൽ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ അല്ലെങ്കിൽ മോശം പ്രവർത്തികൾക്കെതിരെയുള്ള തീക്ഷ്ണമായ രീതിയിൽ അല്ലെങ്കിൽ വിപ്ലവപരമായ രീതിയിൽ രചന നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തീയും അതിൻ്റെ ഒരു തീക്ഷ്ണതയും അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദേൻ ജനചേതനാക്കിയ വാഹക, ജനശക്തിയുടെ പ്രവാചകനാണ് അദ്ദേഹം, പ്രവാചകനായിരുന്നു. അതായത് ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി രചനകൾ നടത്തിയ വ്യക്തിയാണ് രാംധാരി സിൻഹ ദിൻകർ. देखिए ഛായാവാദി കാവ്യ की प्रतिक्रिया में പ്രഗതിശീല കാവ്യ നികൽപ്പടെ. ഛായാവാദി കവിതകളുടെ പ്രതികരണം എന്ന രൂപത്തിലാണ് പുരോഗമന കവിതകൾ ഉണ്ടായത്. ജബ് കവി കൽപ്പനാക്കെ രംഗീന ആകാശ് മേ ഉഡ് രഹാ താ. എപ്പോഴാണോ കവി കൽപ്പനാക്കെ സാങ്കല്പികതയുടെ രംഗീന ആകാശ് മേ കളർഫുള്ളായിട്ടുള്ള ആകാശത്ത് ഉഡ് രഹാ താ പറന്നു നടന്നിരുന്നത്, അവർ വാസ്തവികതാക്കി ധർത്തിക്കോ ഭൂൽ ഗയാ താ യാഥാർത്ഥ്യത്തിൻ്റെ ഭൂമിയെ മറന്നുപോയത്, തബ് പരിസ്ഥിതിയോനെ അപ്പോൾ സിറ്റുവേഷൻസ് ഉസേ യഥാർത്ഥവാദി ബനായ അദ്ദേഹത്തെ അല്ലെങ്കിൽ കവികളെ യഥാർത്ഥവാദിയാക്കി മാറ്റി. അതായത് സാങ്കല്പികതയിലുള്ള രചനകൾ മാത്രം എഴുതിക്കൊണ്ടിരിക്കുകയും യാഥാർത്ഥ്യത്തെ മറന്നു പോവുകയും ചെയ്ത രചനകൾ ഉണ്ടായപ്പോൾ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇത് വെറും സാങ്കല്പികത മാത്രമേ ഉള്ളൂ, ഇതിൽ കണ്ടൻ്റായിട്ടൊന്നുമില്ല, സമൂഹത്തിലെ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല എന്ന പ്രതികരണങ്ങൾ ഉടലെടുത്തപ്പോഴാണ് കവികൾ എന്തായി മാറിയത്? യഥാർത്ഥവാദിയിലേക്ക് മാറിയത്. രാംധാരി സിൻഹ ദിൻകർ को राष्ट्रीय एवं सांस्कृतिक विचारधारा के कवि कह सकते हैं. രാംധാരി സിൻഹ ദിൻകറിനെ ദേശീയവും സാംസ്കൃതിക വിചാരധാരയുടെയും കവി എന്ന് പറയപ്പെടുന്നു. ഉन्होंने काव्य को यथार्थ के धरातल पर खड़ा करने का प्रयास किया. അദ്ദേഹം കവിതകളെ യാഥാർത്ഥ്യത്തിൻ്റെ തലത്തിലേക്ക് നിർത്താനായിട്ട് ശ്രമിച്ചു.
തൻ്റെ രചനകളിൽ യാഥാർത്ഥ്യം കൊണ്ടുവരാനും സമൂഹത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ വരച്ചു കാണിക്കാനും ശ്രമിച്ചു. ചാന്ദവർ കവി കവിതാമേം ദിൻകർ കഹത്തെ ഹൈം കി. ചാന്ദവർ കവി അഥവാ ചന്ദ്രനും കവിയും എന്ന കവിതയിൽ ദിൻകർ കഹത്തെ ഹൈം കി, ദിൻകർ പറയുന്നു, കവി കലാകാരോങ്കെ സപ്പനെ ഹി യഥാർത്ഥ ക രൂപധാരൻ കർത്തെ ഹൈം. കവി കലാകാരന്മാരുടെ സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമായ രൂപത്തിലേക്ക് മാറുന്നത്. അതായത് കവികൾ എന്താണോ സങ്കല്പിച്ചിരുന്നത് അതാണ് പിന്നീട് യഥാർത്ഥമാകുന്നത്. അരുൺ സപ്നോം കെ നീവ് പർഹി, ആ സ്വപ്നങ്ങളുടെ അടിത്തറയിലാണ് സമാജിക ഭവിഷ്യ കടാക്കിയ ജാത്ത ഹെ, സമൂഹത്തിൻ്റെ ഭാവി നിലനിൽക്കുന്നത്. തങ്ങളുടെ സാങ്കല്പികതയിൽ അല്ലെ തങ്ങൾ വിചാരിക്കുന്ന ആ സ്വപ്നങ്ങളുടെ അടിത്തറയിലാണ് ഭാവി നിലനിൽക്കുന്നത്. തങ്ങളുടെ സാങ്കല്പികത എന്താണോ, തങ്ങൾ എന്താണോ കവിതയിൽ സാങ്കല്പികപരമായിട്ട് എഴുതുന്നത് അതാണ് ഭാവിയിൽ യാഥാർത്ഥ്യമായി മാറുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കവിതകളെ വെറും സാങ്കല്പികതയുള്ള കവിതകളാണെന്ന് മാത്രം പറഞ്ഞ് അവഗണിക്കരുത് എന്ന് കവി പറയുന്നു. അപ്പം നമ്മളുടെ ചാന്ദ് അവർ കവി രാംധാരി സിൻഹ ദ്വാര ലിഖിത് ചാന്ദ് അവർ കവി എന്ന ഈ കവിതയിൽ കവി പറയുന്നത് ഇതാണ്: കവിതയിൽ സാങ്കല്പികത മാത്രം എഴുതുന്ന അല്ലെങ്കിൽ സാങ്കല്പികതയും ഊന്നി രചനകൾ നടത്തുന്ന കവിതകളുടെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം ഇതാണ്: ഇത് വെറും സാങ്കല്പികത മാത്രമേ ഉള്ളൂ, ഇത് വെറും പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകുന്ന അല്ലെങ്കിൽ വലിയ പ്രാധാന്യമില്ലാത്ത കവിതകളാണ് എന്ന് കളിയാക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് ഇത് വെറും സാങ്കല്പികത മാത്രമല്ല, യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ട്, ഭാവിയിൽ യാഥാർത്ഥ്യമാകുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ എഴുതുന്നത് എന്ന് കവി തിരിച്ച് മറുപടിയായിട്ട് പറയുന്നു. അതാണ് ചാന്ദവർ കവി എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ചന്ദ്രൻ കവിയെ കളിയാക്കുകയും തങ്ങളുടെ കവിത വെറും ജലകുമിളകളെ പോലെ വളരെ ദീർഘനാളത്തേക്കുള്ളതല്ല, അല്ലെങ്കിൽ ജലകുമിളകളെ പോലെയാണ്, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് എന്ന് കളിയാക്കുന്നു. വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്ത കവിതകളാണെന്ന് കളിയാക്കുമ്പോൾ കവി തിരിച്ച് ഞങ്ങളുടെ കവിതകൾ വെറും ജലകുമിളകളല്ല, അത് ഭാവിയിലെ യാഥാർത്ഥ്യങ്ങളാകുന്ന സാങ്കല്പികതകളാണ് എന്ന് മറുപടി പറയുന്ന ഒരു കണ്ടന്റാണ് ഈ ചാന്ദവർ കവി എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് പറയുന്നത്. ഓക്കെ, रात यूं कहने लगा मुझसे गगन का चांद, आदमी भी क्या अनोखा जीव होता है, उलझने अपनी बनाकर आप ही फंसता, और फिर बेचैन हो जगता न सोता है। जानता है तू कि मैं कितना पुराना हूँ, मैं चुका हूँ देख मन को जन्मते मरते, और लाखों बार तुझसे पागलों को भी चांदनी में बैठ सपनों पर सही करते। आदमी का स्वप्न है वो बुलबुला जल का, आज बनता और कल फिर फूट जाता है, किंतु तो भी धन्य ठहरा आदमी ही तो बुलबुलों से खेलता कविता बनाता है। मैं न बोला किंतु मेरी रागिनी बोली, चांद फिर से देख मुझको जानता है तू, स्वप्न मेरे बुलबुले हैं, है यही पानी, आग को भी क्या नहीं पहचानता है तू। मैंने वो जो स्वप्न पर केवल सही करते, आग में उसको गला लोहा बनाती हूँ, और उस पर नींव रखती हूँ नए घर की, इस तरह दीवार फौलादी उठाती हूँ। मनु नहीं मनुपुत्र है ये सामने जिसकी, कल्पना की जीभ में भी धार होती है, बाण ही होते विचारों के नहीं केवल, स्वप्न के भी हाथ में तलवार होती है। स्वर्ग के सम्राट को जाकर खबर कर दे,
रोज ही आकाश चटते जा रहे हैं ये, रोकिए जैसे बने इन स्वप्न वालों को, स्वर्ग की ही ओर बढ़ते आ रहे हैं ये. देखिए चांद और कवि, ചന്ദ്രനും കവിയും. रात योम कहने लगा मुझसे गगन का चांद, आदमी भी क्या अनोखा जीव होता है, उलझने अपनी बनाकर आप ही फंसता, और फिर बेचैन हो जगता न सोता है. രാത്ത് രാത്രി, കഹനെ ലഗ പറയുവാൻ തുടങ്ങി, മുझसे എന്നോട്, ഗഗൻ കാ ചാന്ത്, ഗഗൻ ആസമാൻ ആകാശം, ചാന്ത് ചന്ദ്രൻ, ആത്മീ ഭി ആത്മീ മനുഷ്യൻ, അനോഖ ജീവ് വിചിത്ര ജീവി, ഉൽച്ചനേം ഉൽച്ചനേം പ്രശ്നങ്ങൾ, അപ്പനീ ബനാക്കർ സ്വയം നിർമ്മിക്കുക സ്വയം നിർമ്മിച്ചിട്ട്, ഫസ്ത ഫസ്ന അകപ്പെടുക, ബേച്ചൈൻ ബേച്ചൈൻ ഹോന അസ്വസ്ഥനാവുക, ജഗത്ത ന സോത്ത ഹേ ജാഗന ഉണരുക യാ ഉന്മേഷം എന്നൊക്കെ അർത്ഥമാണ്, സോത്ത സോന ഉറക്കം, ന മീൻസ് നഹീം. देखिए रात योम कहने लगा मुझसे गगन का चांद, रात में मुझसे गगन का चांद इस प्रकार कहने लगा, രാത്രിയിൽ മുझसे എന്നോട് ഗഗൻ കാ ചാന്ത് ആകാശത്തിലെ ചന്ദ്രൻ കഹനെ ലഗ പറയുവാൻ തുടങ്ങി. ക്യാ കഹനെ ലഗ എന്ത് പറയാൻ തുടങ്ങി? അബ് देखिए ആത്മീ ഭി ക്യാ അനോഖ ജീവ ഹോത്താ ഹേ, മനുഷ്യൻ ക്യാ അനോഖ ജീവ ഹോത്താ ഹേ, എന്ത് വിചിത്രമായ ജീവിയാണ്, എന്ത് വിചിത്രമായ മനുഷ്യനാണ്. ഉൽച്ചനെ അപ്പനി ബനാക്കർ ആപ് ഹി ഫസ്ത, ഉൽച്ചനെ പ്രശ്നങ്ങൾ, അപ്പനി ബനാക്കർ സ്വയം നിർമ്മിച്ചിട്ട്, ആപ്പ് ഹി ഫസ്ത സ്വയം എന്ത് ചെയ്യുന്നു, ഫസ്ത അകപ്പെടുന്നു. और फिर बेचैन हो ജഗത്ത ന സോത്ത ഹേ, പിന്നീട് ബേച്ചൈൻ ഹോ അസ്വസ്ഥനാവുന്നു, ജഗത്ത ന സോത്ത ഹേ ഉന്മേഷവുമില്ല, സോത്ത ഹേ ന സോത്ത ഹേ ഉറക്കവുമില്ല. അപ്പോൾ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് ഉന്മേഷമെല്ലാം നഷ്ടപ്പെട്ട് സ്വയം പ്രശ്നമുണ്ടാക്കി അതിനകത്ത് അകപ്പെടുകയാണ് മനുഷ്യൻ ചെയ്യുന്നതെന്ന് ചന്ദ്രൻ കളിയാക്കിക്കൊണ്ട് കവിയോട് പറയുകയാണ്. एक बार भी देखिए रात योम कहने लगा मुझसे गगन का चांद, രാത്രിയിൽ മുझसे എന്നോട് ഗഗൻ കാ ചാന്ത് കഹനെ ലഗ ആകാശത്തിലെ ചന്ദ്രൻ പറഞ്ഞു തുടങ്ങി, ആത്മീ ഭി ക്യാ അനോഖ ജീവ ഹോത്താ ഹേ, മനുഷ്യൻ എന്ത് വിചിത്രമായ ജീവിയാണ്. ഉൽച്ചനേം അപ്പനി ബനാക്കർ കുഴപ്പങ്ങൾ സ്വയം ഉണ്ടാക്കി, ആപ് ഹി ഫസ്ത സ്വയം അതിനകത്ത് അകപ്പെടുന്നു, ഫിർ ബേച്ചൈൻ ഹോ ജഗത്ത ന സോത്താ ഹേ, പിന്നീട് അസ്വസ്ഥനാവുന്നു, ഉറക്കവുമില്ല ഉന്മേഷവുമില്ല. ഇപ്പോൾ ഊണും ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് സ്വയം അതിനകത്ത് അസ്വസ്ഥനാവുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ എന്തൊരു വിചിത്രമായ ജീവിയാണ്, പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ തന്നെ അതിനകത്ത് അകപ്പെടുകയും പിന്നീട് കിടന്ന് ഊണും ഉറക്കവും ഇല്ലാതെ അസ്വസ്ഥനാവുകയും ചെയ്യുന്നു എന്ന് ചന്ദ്രൻ പറയുന്നു. देखिए जानता है तू कि मैं कितना पुराना हूँ, मैं चुका हूँ देख मनु को जन्म दे मरते, और लाखों बार तुझसे पागलों को भी चांदनी में बैठ सपनों पर सही करते. जानता है तो कि मैं कितना पुराना हूँ, जानना അറിയുക, കിത്തന പുരാനാഹും എത്ര പഴയതാണ് എന്ന്, മൈ ചുകാഹും കി ദേഖ് മനു കോ ജന്മതേ മർത്തേ, മനു മനു മീൻസ് ആദി മനുഷ്യൻ, അതാണ് മനു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജന്മതേ മർത്തേ, ജന്മതേ ജന്മ ജനനം, മർത്തേ മൃത്യു മരണം, ലാഖോം ബാർ ലക്ഷക്കണക്കിന് തവണ, തുച്ഛസേ പാഗലോ കോഭി, പാഗൽ ബുദ്ധി നഷ്ടപ്പെട്ട വ്യക്തി എന്നാ ഉദ്ദേശിക്കുന്നത്. പാഗൽ വ്യക്തി എന്ന് പറഞ്ഞാൽ സ്ഥിരബുദ്ധി ഇല്ലാത്ത. ചാന്ദനി ചാന്ദനി നിലാവ്, സ്വപ്നം, സഹി കർണ ശരിയാക്കുക നേരെയാക്കുക. देखिए जानता है तू की നിനക്കറിയാമോ, തൂ ജാന്താ ഹേ നിനക്കറിയാമോ, എന്തറിയാമോ എന്ന്, കി മൈ കിത്തന പുരാനാഹും ഞാൻ എത്ര പഴയതാണെന്ന്, ഞാൻ എത്ര പഴക്കമുള്ള വ്യക്തിയാണെന്ന് അറിയാമോ. മൈ ചുഗാഹും ദേഖ് മനു കോ ജനമതേ മർത്തേ, മൈ മനു കാ ജന്മ ഓർ മൃത്യു ദേഖ് ചുഗാഹും, ഞാൻ എന്ത് കണ്ടിട്ടുണ്ട്, മനുവിൻ്റെ ആദിമ മനുഷ്യൻ്റെ ജനനവും മരണവും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള ആളാണ്.
അപ്പം ചന്ദ്രൻ പറയാണ് കവിയോട്, ഞാൻ എത്ര പഴയതാണെന്ന് നിനക്കറിയാമോ? മനുവിൻ്റെ ആദിമ മനുഷ്യൻ്റെ ജനനവും മരണവും കണ്ടതാണ്. അപ്പം അത്രയ്ക്ക് പഴക്കമുള്ള ആളാണ് താനെന്ന് ചന്ദ്രൻ പറയുന്നു. ആ ലാക്കോം ബാർ തുച്ഛസേ പാഗലോം കോഭി, ലക്ഷക്കണക്കിന് തവണ തുച്ഛസേ പാഗലോം കോഭി, നിന്നെ പോലുള്ള ബുദ്ധിശൂന്യരെ, സ്ഥിരബുദ്ധി ഇല്ലാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ? ചാന്ദനീമേ ബൈറ്റ് സ്വപ്നോംബർ സഹി കർത്തേ, ചാന്ദനീമേ നിലാവിലിരുന്ന് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന സ്ഥിരബുദ്ധിയില്ലാത്ത നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ അത്രയ്ക്ക് പഴയ വ്യക്തിയാണ്. ഇവിടെയും കവി അല്ലെ ചന്ദ്രൻ കവിയെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്? നിങ്ങൾ വെറും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന സ്ഥിരബുദ്ധിയില്ലാത്ത വ്യക്തികളാണ്, നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ചന്ദ്രൻ പറയുകയാണ്. देखिए नेक्स्ट, आत्मी का स्वप्न है वह बुलबुला जल का, आज बनता और कल फिर फूट जाता है, किंतु तो भी धन्य ठहरा आत्मी ही तो बुलबुलों से खेलता कविता बनाता है. आत्मी का स्वप्न, आत्मी मनुഷ്യൻ, സ്വപ്നം, ബുൽബുല ജലിക ബുൽബുല, ജലത്തിൻ്റെ കുമിള, ബുൽബുല കുമിളകൾ. ആജ് ബന്ദ അവർ കൽ ഫിർ ഫൂട്ട് ജാത്ത, ഫുട്ട് ജാന പൊട്ടിപ്പോവുക. കിന്തു തോബി ധന്യ എന്ന് പറഞ്ഞാൽ ധന്യമാവുക, സന്തോഷവാനാവുക. ബുൽബുലോം സെ ഖേൽന കളിക്കുക, കവിത ബനാന കവിത നിർമ്മിക്കുക. देखिए ആത്മീ കാ സ്വപ്ന ക്യാ ഹൈ, ആത്മീകളുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വപ്നം എന്താണ്? വഹ് ജലിക ബുൽബുല ഹേ, അത് ജലിക ബുൽബുല ഹേ, ജലത്തിന്റെ കുമിളകളാണ്. ആജ് ബന്ദ और कल फिर फूट जाता है, ഇന്ന് നിർമ്മിക്കും നാളെ അത് പൊട്ടിപ്പോകും. എന്ന് വെച്ചാൽ ആ കവിതയ്ക്ക് വലിയ ആയുസില്ല. ജലത്തിന്റെ കുമിളകൾ എങ്ങനെ? കുമിളകൾ പെട്ടെന്നുണ്ടാവുകയും പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോവുകയും ചെയ്യും. അതുപോലെയുള്ള കവിതകളാണ് നിങ്ങളുടേത്. ഇന്ന് എഴുതുകയും നാളെ അതിന് ആയുസില്ലാതായി പോവുകയും ചെയ്യും. അതായത് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകും. അങ്ങനെ വലിയ പ്രാധാന്യമില്ലാത്തതാണ് നിങ്ങളുടെ കവിതകൾ. അപ്പോൾ കവിയുടെ കവിതകളെ ജലത്തിന്റെ കുമിളകളോടാണ് ചന്ദ്രൻ ഉപമിച്ചിരിക്കുന്നത്. കിന്തു തോബി ധന്യ ടഹര ആത്മീ ഹി തോ, എന്നിട്ടും നീ എന്താണ്? ധന്യനാണ്, സന്തോഷവാനാണ്, അങ്ങനെയുള്ള മനുഷ്യനാണ് നീ. ബുൽബുലോം സേ കേൾത്ത കവിത ബനാത്ത ഹേ, ജലകുമിളകളുമായിട്ട് കളിക്കുന്നു, കവിത നിർമ്മിക്കുന്നു. അപ്പോൾ ജലകുമിളകളുമായിട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിൽപ്പില്ലാത്ത കണ്ടന്റ് എടുത്തുകൊണ്ട്, സ്വപ്നങ്ങളെ എടുത്തുകൊണ്ട് കവിത രചിക്കുന്നു. അങ്ങനെയുള്ള കവിത രചിച്ച് അവൻ വളരെ സന്തോഷവാനായിട്ട് വളരെ ആത്മസംതൃപ്തി അടയുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കവിതകൾക്ക് വലിയ ആയുസ്സില്ല, വലിയ പ്രാധാന്യമില്ല, അത് ജലത്തിൻ്റെ കുമിളകളെ പോലെയാണ് എന്നാണ് കവിയോട് ചന്ദ്രൻ ഇവിടെ പറയുന്നത്. അപ്പം ചന്ദ്രൻ കവിയുടെ കവിതകളെ പരിഹസിക്കുകയാണ്. ജലകുമിളകളെ പോലെയാണ് നിങ്ങളുടെ കവിതകൾ, അത് ഇന്ന് നിർമ്മിച്ച് നാളെ പൊട്ടിപ്പോകുന്ന ജലകുമിളകളെ പോലെയാണ്. അതായത് ഇന്ന് എഴുതുന്ന കവിതകൾക്ക് നാളെ പ്രാധാന്യമില്ല, എല്ലാവരും മറന്നു പോകുന്ന നിലനിൽപ്പില്ലാത്ത കവിതകളാണ്. എന്നിട്ടും മനുഷ്യൻ അല്ലെ കവികൾ എന്താണ്? വളരെ ആത്മസംതൃപ്തി അടയുന്നു, തങ്ങളുടെ കവിതകൾ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ്. മൈംന ബോല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും 3 സ്റ്റാൻസയിൽ എന്താണ്? ചന്ദ്രനാണ് സംസാരിച്ചത്. ഇനി ആരാ പറയുന്നത്? देखिए माइम न बोला किंतु मेरी रागिनी बोली, चांद फिर से देख मुझको जानता है तू, स्वप्न मेरे बुलबुले है यही पानी, आग को भी क्या नहीं पहचानता है तू. न बोला, न मीन्स नहीं. രാഗിനി കവിത, ചാന്ദ് ചന്ദ്രൻ, ജാന്ന അറിയുക, സ്വപ്നം, ബുൽബുലെ കുമിളകൾ, ആഗ് തീ, പഹച്ചാനിന മനസ്സിലാക്കുക. देखिए മൈം ന ബോല, ഞാൻ പറഞ്ഞില്ല, ഞാൻ മറുപടി നൽകിയില്ല. കിന്തു എന്നാൽ, മേരി രാഗിനി ബോലി, എന്നുള്ളിലെ കവിതയാണ് സംസാരിച്ചത്. ഞാനല്ല ചന്ദ്രന് മറുപടി നൽകിയത്. ചന്ദ്രൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ഞാനല്ല നൽകിയത്, കവിയല്ല, കവിക്കുള്ളിലെ കവിതയാണ്, രാഗിണിയാണ് പറഞ്ഞത്. ഹേ ചാന്ദ്, അല്ലയോ ചന്ദ്ര, ഫിർ സേ ദേഖ്, ഒന്നുകൂടി നോക്കേ, മുച്ചുക്കോ ജാൻതാ ഹേ തു, നിനക്കെന്നെ അറിയാമോ,
സ്വപ്ന മേരെ ബുൽബുലേ ഹെ, മേരെ സ്വപ്ന കേവൽ ബുൽബുലേ ഹെ, എൻ്റെ സ്വപ്നങ്ങൾ കേവലം കുമ്പളകളാണോ? ഈ പാനി ഹെ, ഇത് വെറും വെള്ളം മാത്രമാണോ? ആഗ് കോബി ക്യാ നഹീം പാച്ചാന്താ ഹെ തു, അതിനുള്ളിലെ തീയിനെ, ആഗ് കോബി തീയിനെ ക്യാ നഹീം പാച്ചാന്താ ഹെ തു, നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അല്ലയോ ചന്ദ്ര. അപ്പോൾ കവി മറുപടിയായിട്ട് കവിയല്ല സംസാരിച്ചത്, കവിക്കുള്ളിലെ കാവ്യ ഹൃദയം അല്ലെങ്കിൽ കവിതയാണ് സംസാരിച്ചത്. എന്താ? അല്ലയോ ചന്ദ്ര, നിനക്കെന്നെ അറിയാമോ? എൻ്റെ കവിതകൾ എന്ന് പറഞ്ഞാലേ ഞാനെന്ന് പറയുന്നത് വെറും കുമിളകളാണോ, വെറും വെള്ളമാണോ? എന്നുള്ളിലെ തീയെ നീ എന്തുകൊണ്ട് കാണുന്നില്ല? അതായത് യാഥാർത്ഥ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എൻ്റെ കവിതകളിൽ. ആ തീഷ്ണത, ആ തീ നീ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് മറുപടിയായിട്ട് കവി പറയുകയാണ്. देखिए, मैं न वह जो स्वप्न पर केवल सही करते, आग में उसको गला लोहा बनाती हूँ और उस पर नींव रखती हूँ नए घर की, इस तरह दीवार फौलादी उठाती हूँ. मैं न वह जो स्वप्न, स्वप्നം കേവൽ, കേവലം, സഹി കർണ യാഥാർത്ഥ്യമാക്കുക, ആഗ് തീ, ഗല ലോഹ ബനാത്തി ഹൂം ഉരുക്കി ലോഹയാക്കുക, ലോഹമാക്കുക, ഉസ്പർ നീവ് രഹത്തി, നീവ് അടിത്തറ, നയ ഘർക്കി പുതിയ വീടിൻ്റെ, ഇസ് തരഹ ഇപ്രകാരം, ദീവാർ ഭിത്തി, ഫൗലാദി ഉടാത്തി ഹൂം, ഫൗലാദി എന്ന് പറഞ്ഞാൽ സുദൃഢമാക്കുക, ഫൗലാദി ഉടാന. ഓക്കെ, देखिए, मैं न वह जो स्वप्न पर केवल सही करते, मैं केवल സ്വപ്ന पर സഹി നഹീം करते, ഞാൻ കേവലം സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുക മാത്രമല്ല ചെയ്യുന്നേ, ആഗ്മേം തീയില്, ഉസ്കോ ഗലാ ലോഹ ബനാത്തി ഹും, ഉസ്കോ അതിനെ ഗല ഉരുക്കി, ലോഹ ബനാത്തി ഹും ലോഹമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തങ്ങളുടെ സ്വപ്നങ്ങളെ വെറും യാഥാർത്ഥ്യമാക്കുകയല്ല ചെയ്യുന്നത്, തീയിൽ ഉരുക്കി ലോഹമാക്കുകയാണ് ചെയ്യുന്നത്. തീയിൽ ഉരുക്കി ലോഹമാക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്ന അത്രയും ബലമുള്ള കട്ടിയുള്ള ഒരു കണ്ടന്റ് ആണ് തങ്ങളുടെ കവിതയ്ക്കകത്തുള്ളത്. അത് വെറും സ്വപ്നങ്ങളല്ല, ആ കണ്ടന്റിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. അവർ ഉസ്പർ നീവ് രഗത്തി ഹൂം നയേ ഗർക്കി, അതിനകത്ത് പുതിയ വീടിൻ്റെ അടിത്തറ നിർമ്മിക്കുന്നു. പുതിയ വീടിൻ്റെ അടിത്തറ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തിലെ പല പുതിയ കാര്യങ്ങളുടെയും അടിത്തറ തങ്ങളുടെ കവിതകളിലുണ്ട്. പുതിയ പല ആശയങ്ങളും പുതിയ അടിത്തറകളും ഒക്കെ എന്താണ്? തങ്ങളുടെ സ്വപ്നങ്ങൾ മാത്രമല്ല, യാഥാർത്ഥ്യങ്ങളാകുന്ന പല കാര്യങ്ങളും തങ്ങളുടെ കവിതയിലുണ്ട്. ഇസ് തരഹ ദീവാർ ഫൗലാദി ഉടാത്തി ഹും, ഇപ്രകാരം ഭിത്തി, ഇല്ലയോ, ആ പുതിയ വീടിൻ്റെ ആ ഭിത്തിയെ സുദൃഢമാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും, ഞങ്ങളുടെ കവിതയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, കേവലം സ്വപ്നങ്ങൾ മാത്രമല്ല, യാഥാർത്ഥ്യങ്ങൾ ഞങ്ങളുടെ കവിതയിൽ അടങ്ങിയിട്ടുണ്ട്. അതിനെ കേവലം യാഥാർത്ഥ്യമാക്കുകയല്ല, തീയിലുരുക്കി ഒരു ലോഹമാക്കുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് ശക്തി ഞങ്ങളുടെ എന്തുണ്ട്? കവിതയ്ക്കകത്തുണ്ട്. മാത്രമല്ല, പുതിയ വീടിൻ്റെ അടിത്തറ കെട്ടി ആ ഭിത്തിക്ക് വളരെ സുദൃഢമാക്കുവാനായിട്ടുള്ള ശക്തി ഞങ്ങളുടെ കവിതയിലുണ്ട്. അപ്പം സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനുള്ള അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് പുരോഗമനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും തങ്ങളുടെ കവിതയ്ക്ക് ഉണ്ട് എന്ന് കവി ഇവിടെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. देखिए, मनु नहीं मनु पुत्र है सामने, जिसकी कल्पना की जीफ में भी धार होती है, बाण ही होते विचारों के नहीं केवल, स्वप्न के भी हाथ में तलवार होती है. मनु नहीं मनु पुत्र है सामने, മനു അല്ല മനുപുത്ര ഹേ, മനുപുത്രനാണ്, സാമ്നെ മുന്നില്, കൽപ്പന സാങ്കല്പികം, സങ്കല്പം, ജീഭ് നാക്ക്, ദാര് മൂർച്ച, ബാണ് അസ്ത്രം, വിചാരോങ്കി നഹീം കേവൽ കേവലം, തൽവാർ വാള്. देखिए, मनु नहीं मनुपुत्र है सामने, जिसकी हे चंद्र हे चांद आपके सामने मनु नहीं मनुपुत्र है, ഞാൻ മനുവല്ല മനുപുത്രനാണ്. അപ്പോൾ ചന്ദ്രൻ പറഞ്ഞായിരുന്നു, മനുവിൻ്റെ അല്ലെ ആദിമ മനുഷ്യൻ്റെ ജനനവും മരണവും ഞാൻ കണ്ടതാണ്, അത്രയ്ക്ക് പഴക്കമുള്ള ആളാണ് ഞാനെന്ന്. അപ്പോൾ തിരിച്ച് കവി അല്ലെങ്കിൽ കവി ഹൃദയം പറയുകയാണ്, ഞാൻ മനുവല്ല, പക്ഷെ മനുവിൻ്റെ പുത്രനാണ്, അതിൻ്റെ തലമുറയിൽ ആണ്. ജിസ്കി കൽപ്പനാക്കി ജീഫ് മേ ഫി ദാർ ഹോത്തി ഹേ, അതായത് ആരുടെ സങ്കല്പത്തിൻ്റെ നാവിനാണോ മൂർച്ചയുള്ളത്, ആ മനുപുത്രനാണ് ഞാൻ. കണ്ടോ? അതായത് ഞങ്ങളുടെ സങ്കല്പത്തിന് എന്തുണ്ട്? ഞങ്ങളുടെ സങ്കല്പമാകുന്ന നാവിന് എന്തുണ്ട്? മൂർച്ചയുണ്ട്. അത് വെറും സാങ്കല്പികതയല്ല ഞങ്ങളുടെ കവിത,
അതിൻ്റെ നാവിന് മൂർച്ചയുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എവിടെ കൊള്ളണമോ അവിടെ കൊള്ളും. എന്താണോ ഉദ്ദേശിക്കുന്നത് അവിടെ എത്തും ആ കാര്യങ്ങൾ. बाण ही होते विचारोंगे नहीं केवल, बाण ही होते വിചാരോങ്കെ ബാൺ ഹി ഹോത്തെ ഹേ കേവൽ നഹീം. അതായത് കേവലം അത് മാത്രമല്ല, ഏത് മാത്രമല്ല, വിചാരോമേ ബാൺ ഹേ, അതായത് തങ്ങളുടെ വിചാരങ്ങൾക്ക് അസ്ത്രം പോലെയാണ്. അസ്ത്രത്തിന് അർത്ഥം, അതായത് നമ്മളിപ്പോൾ അമ്പെയ്താൽ എവിടെയാണോ ലക്ഷ്യം വെക്കുന്നത് അവിടെ കൊള്ളും. അതുപോലെ തങ്ങൾ എന്താണോ സങ്കല്പിക്കുന്നത്, എന്താണോ വിചാരിക്കുന്നത്, അത് അധികാരികളിലാണോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നേർക്കാണോ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ ചെന്ന് കൊള്ളും. അതായത് എന്താണോ ആരിലാണോ ലക്ഷ്യമാക്കുന്നത് അവരിൽ അതെത്തും എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വപ്നക്കെ ബി ഹാത്ത് തൽവാർ ഹോത്തി ഹേ, സ്വപ്നമാവുന്ന ഈ കയ്യിൽ എന്തുണ്ട്? വാളുമുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ശക്തിയുണ്ട്. ഞങ്ങളുടെ കവിത എന്ന് പറയുന്നത് വെറും സ്വപ്നങ്ങൾ മാത്രമല്ല, യാഥാർത്ഥ്യമാകാനുള്ള എല്ലാ ശക്തിയും തങ്ങളിലുണ്ട്. തങ്ങളുടെ നാവിന് എന്തുണ്ട്? കവിതയിലെ ആ സാങ്കല്പികതയുടെ നാവിന് മൂർച്ചയുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾക്ക് മൂർച്ചയുണ്ട്. തങ്ങളുടെ വിചാരങ്ങൾ അസ്ത്രം പോലെയാണ്, കുറിക്കുകൊള്ളും. അതായത് ആരിലാണോ ആരെ ഉദ്ദേശിച്ചാണോ കവിത ചെയ്യുന്നത് അത് അവരിലെത്തും. സ്വപ്നക്കെ ബി ഹാത്ത് തൽവാർ ഹോത്തി ഹേ, സ്വപ്നങ്ങളാകുന്ന കയ്യിൽ എന്തുണ്ട്? തൽവാർ ഹോത്തി ഹേ, വാളുണ്ട്. അത്രയ്ക്ക് ശക്തിയാണ് ഞങ്ങളുടെ കവിതയിലെ സാങ്കല്പികതയ്ക്ക്. അത് വെറും സാങ്കല്പമല്ല, സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ഉള്ളത്. സ്വർഗ് കെ സമ്രാട്ട് കോ ജാക്കർ ഖബർ കർ ദേ, സ്വർഗത്തിലെ സമ്രാട്ട് കോ ജാക്കർ ഖബർ കർ ദേ, റോസ് ഹി ആകാശ് ചढ़ते जा रहे हैं, रोकिए जैसे बने इन स्वप्न वालों को, स्वर्ग की ही और बढ़ते आ रहे हैं. സ്വർഗ് കെ സമ്രാട്ട്, സ്വർഗത്തിൻ്റെ ചക്രവർത്തി, ഈശ്വരൻ. ഖബർ കർണ, അറിയിക്കുക. റോസ്, ദിവസവും. ആകാശ ചട്ടെ, ആകാശത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. രോക്കിയെ, തടഞ്ഞാലും. സ്വപ്നേ വാലോങ്കോ, ഈ സ്വപ്നക്കാരെ. സ്വർഗ് കി ഹി ഓർ ബെടുത്തെ, ബെടുന, മുന്നോട്ട് പോവുക. देखिए स्वर्ग के सम्राट को जाकर खबर कर दे, സ്വർഗത്തിലെ സമ്രാട്ടിനോട് പോയി അറിയിക്കൂ, അതായത് ഈശ്വരനോട് പോയി പറയൂ. റോസ് ഹി, ദിവസവും. ആകാശ ചടുത്തേ ജാ രഹേ ഹേ, ഞങ്ങൾ ആകാശത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ അധിപനായ ഈശ്വരനോട് പോയി പറയൂ, ഞങ്ങൾ ആകാശവും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ശക്തി ഞങ്ങളുടെ കവിതകൾക്കുണ്ട്. അത് കേവലം ജലത്തിൻ്റെ കുമിളകളെ പോലെ നശിച്ചു പോകുന്നതല്ല, ജനഹൃദയങ്ങൾ കീഴടക്കുന്ന, സമൂഹത്തിന് മാറ്റമുണ്ടാക്കുന്ന, പുതിയ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന പല ആശയങ്ങളും ഞങ്ങളുടെ കവിതയിൽ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആകാശവും കീഴടക്കുകയാണ്. രോക്കിയെ, തടഞ്ഞാലും. ജൈസേ ബനെ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞങ്ങളെ തടഞ്ഞാലും. ആരെയാ? ഇൻ സ്വപ്നവാലോങ്കോ, ഈ സ്വപ്നക്കാരെ അല്ലെങ്കിൽ ഈ സ്വപ്നം മാത്രം കാണുന്ന ഞങ്ങളെ തടഞ്ഞാലും. സ്വർഗ് കി ഹി ഓർ ബഡ്തേ ആ രഹേ ഹേ, എവിടേക്കാ? സ്വർഗത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? ഞങ്ങള് സ്വർഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗം വരെ ഞങ്ങൾ കീഴടക്കും. അത്രയ്ക്ക് ശക്തി ഞങ്ങളുടെ കവിതയ്ക്കുണ്ട്. അത് കേവലം ജലത്തിന്റെ കുമിളകളെ പോലെ മാത്രമല്ല, സ്വർഗത്തെ പോലും കീഴടക്കുവാനുള്ള ശക്തി ഞങ്ങളുടെ സാങ്കല്പികതയ്ക്കുണ്ട്. അത് പുതിയ ആശയം ഉണ്ടാക്കുവാനും സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാനുള്ള എല്ലാ ശക്തിയും ഞങ്ങളുടെ സാങ്കല്പികതയ്ക്കുണ്ട് എന്ന് കവി മറുപടിയായിട്ട് ചന്ദ്രനോട് പറയുന്നു. അപ്പോൾ ഇതാണ് കവിത. അപ്പോൾ ഈ കവിതയിൽ ചാന്ദ് അവർ കവി എന്ന് പറഞ്ഞ ഈ കവിതയിൽ കവിയുടെ കവിതകളെ പരിഹസിക്കുകയും കവിതകൾ വെറും സാങ്കല്പികത മാത്രമേ ഉള്ളൂ, അത് ജലകുമിളകളെ പോലെയാണ്, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്, ഈ കവിതകൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, സമൂഹത്തിന് മാറ്റമുണ്ടാക്കാൻ കഴിവുള്ളതല്ല, ഇങ്ങനെ കവിത എഴുതുന്ന കവികളെ സ്ഥിരബുദ്ധി ഇല്ലാത്തവർ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് ചന്ദ്രൻ ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രന് മറുപടിയായിട്ട് കവിഹൃദയം അല്ലെങ്കിൽ കവിയിലെ കവിഹൃദയം തിരിച്ച് മറുപടി നൽകുന്നു. എന്താ? ഞങ്ങളുടേത് കേവലം എന്തല്ല, ജലകുമിളകളല്ല. ഇതിനകത്ത് തീ എന്തുകൊണ്ട് നീ കാണുന്നില്ല? ഇതിനകത്ത് തീ എന്തുകൊണ്ട് കാണുന്നില്ല? അതായത് ഇതിന് തീക്ഷ്ണമായിട്ടുള്ള ആശയങ്ങളുണ്ട്, സമൂഹത്തിനെ മാറ്റിമറിക്കുവാനുള്ള ആശയങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് നീ കാണുന്നില്ല? കേവലം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിനെ ഉരുക്കി ലോഹമാക്കി മാറ്റുകയാണ്. അങ്ങനെ നല്ലൊരു അടിത്തറ പണിയുകയാണ് ചെയ്യുന്നത്. അതായത് സമൂഹത്തിൻ്റെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനുമുള്ള ഒരു അടിത്തറ അല്ല ആശയം ഞങ്ങളുടെ കവിതയിലുണ്ട്. മനുവല്ല, മനുപുത്രനാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഓരോ വിചാരങ്ങൾക്കും എന്തുണ്ട്, അല്ലെങ്കിൽ മൂർച്ചയുണ്ട്.
ഓരോ വിചാരങ്ങളും അസ്ത്രം പോലെയാണ്. എവിടെയാണോ കൊള്ളേണ്ടത് അവിടെ കൊള്ളും, എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ അത് എത്തും. അതുകൊണ്ട് ഞങ്ങളുടെ കവിതകളെ വെറും സാങ്കല്പികതയായ കവിതകളെന്ന് മാത്രം വിചാരിക്കരുത്. മാത്രമല്ല, ഈശ്വരനോട് പോയി പറയൂ, ഞങ്ങൾ ആകാശവും കീഴടക്കിക്കൊണ്ടിരിക്കുന്നു, സ്വർഗത്തിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, തടയാമെങ്കിൽ തടഞ്ഞോളൂ എന്ന് കവി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ചാന്ദ് ഔർ കവി എന്ന് പറയുന്ന കവിത. നന്നായിട്ട് വായിക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അഗലി കക്ഷാ മേ ഹം ഫിർ മിലേംഗെ. ധന്യവാദ്.